ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ NS ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തേങ്ങ വറുത്തരച്ച നാടൻ രീതിയിലുള്ള തീയൽ എങ്ങനെ വയ്ക്കാമെന്നാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മലക്കറി എന്ന് പറയുന്നത് കത്തിരിക്ക, വെള്ളരി, പീയണി, പിന്നെ വെണ്ടയ്ക്ക, സവാള, തക്കാളി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിൽ തന്നെ മലക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ശകലം ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്കത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് മലക്കറി വേവാനായിട്ട്. പിള്ളേർ കഴിക്കുന്നതായതുകൊണ്ടാണ് മലക്കറി ഇച്ചിരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കരിവേപ്പിലൊക്കെ ഞാൻ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്ത കുഞ്ഞു ബെല്ലുണ്ട്, അതും കൂടെ ഞെക്കുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതാ ഞാൻ സവോള അരിഞ്ഞത് ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് പിന്നീട് ഞാൻ അത് ഇട്ട് കൊടുത്തത്. ഞാനിവിടെ ഒരു സവാളയാണ്, ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കത് തേങ്ങ വറുക്കാം. അപ്പം ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, കരിവേപ്പില, ഇതൊക്കെ ഇട്ടാണ് ഞാൻ നന്നായിട്ടിത് വറുത്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് വറുക്കുമ്പോൾ നല്ല മണമൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ടിതിനെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എന്താ, മഴയൊക്കെയല്ലേ, എല്ലാവരുടെ ശരീരം സൂക്ഷിക്കുക. അസുഖങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ മഴയത്തൊക്കെ അധികം ഇറങ്ങാതിരിക്കുക കുട്ടികൾ. പിന്നെ ഞാൻ വറുത്ത് നന്നായിട്ട് മുരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങ. അപ്പോൾ അതിലോട്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. വേറെ ഒരു അരപ്പും ഞാൻ ചേർക്കുന്നില്ല അതിലോട്ട്. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്ത് എടുത്ത് വറുത്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി വലിപ്പത്തിലുള്ള പുളി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത അരപ്പിനെ ഞാൻ കലക്കി നമ്മുടെ വേവിച്ച നമ്മുടെ മലക്കറിക്കൂട്ടിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തീയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് കുറച്ച് കടുകൊക്കെ ഇട്ട് പിന്നെ അരിഞ്ഞ് വെച്ച് സവോളയും ഇട്ട് കൊടുത്ത് പിന്നെ 2 വറ്റൽ മുളകും ഞാൻ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഇട്ട് പിന്നെ ഞാൻ കരിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞെടുക്കണം. നന്നായിട്ട് കറക്കാനും പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉലുവ നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ തിളച്ച് മാറ്റി വെച്ച കറിയിലോട്ട് നമ്മളിതാ താളിച്ചത് എടുത്തൊഴിക്കുന്നുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം പറയുക, കമൻ്റ് ഇടുക ഒക്കെ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.